ഒരു പ്രദേശത്ത് നിന്ന് വരുമ്പോഴത്തേക്കും നമുക്കൊക്കെ ഒരു പുതുമയായിരിക്കും ഇത്. അപ്പോൾ അതൊന്ന് കണ്ട് കയറിയിട്ടൊന്നുമില്ല, നല്ല തിരക്കായിരുന്നു. ഞങ്ങളത് തട്ടുകടയൊക്കെ നോക്കി ഒരു ചായ കുടിച്ചിട്ട് പിന്നെയും മെല്ലെ മെല്ലെ മന്ദം പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സർക്കാർ, അതായത് താക്കോൽദാനമൊക്കെ ചെയ്തേക്കുന്ന 179 വീടുകൾ ഞാൻ കണ്ടു. അതിൻ്റെ പണി പോയിട്ട് അതിലൂടെ ലൈന് പോലും പോകുന്നില്ല, ഇലക്ട്രിസിറ്റി ഇപ്പോഴും അതങ്ങനെ തന്നെ ഇരിക്കുന്നു. എന്തൊരവസ്ഥയല്ലേ, പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ ഞങ്ങൾ പിന്നെ കുറച്ചുകൂടെ മുമ്പോട്ട് പോയി ലാസ്റ്റ് ഞങ്ങൾ ഡെസ്റ്റിനേഷൻ എത്താറായി. ഇത് ആക്ച്വലി നമ്മൾ ഈ റോഡ് പോകുന്ന നമ്മുടെ 900 കണ്ടില്ലേ, ഗ്ലാസ് ബ്രിഡ്ജ്, ആ റോഡ് നമ്മുടെ റൈറ്റിലേക്ക് മേലേക്കുള്ള കുന്ന് കയറി പോയി കഴിഞ്ഞാൽ നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജ് എത്തും. അല്ലെങ്കിൽ നമ്മൾ നേരെ ആ റോഡെ നേരെ പോയി കഴിയുമ്പോൾ മുണ്ടക്കയം ചൂരൽമല എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തേക്ക് നമ്മൾ എത്തുന്നത്. ഇതൊക്കെ നമ്മുടെ ബോച്ചാൻ്റെ 900 ഏക്കറിലെ സിപ്പ് ലൈനും അങ്ങനത്തെ ആക്ടിവിറ്റീസൊക്കെ കേട്ടോ. ഇതൊക്കെ ആ റൂട്ട് പോകുമ്പോൾ കാണാം. അങ്ങനെ ഫൈനലി ഞങ്ങളിവിടെ എത്തിയിട്ടോ. കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഈ റീൽസിലൊക്കെ കാണുന്ന ഒരു സ്ഥലമുണ്ടല്ലോ, അതിൻ്റെ അപ്പുറത്താണ് ഇവിടുത്തെ ഒരു സംഭവം. കാരണം ഇപ്പം ഈ കല്ലൊക്കെ ഇരിക്കുന്നത് അന്നത്തെ ആ സ്കൂളിൻ്റെ ഗ്രൗണ്ടിലാണ് ഇപ്പം ഈ കാണുന്നത്. അത് കല്ലിൻ്റെ ഒക്കെ വലിപ്പം എത്രത്തോളം ഇതിനകത്ത് മനസ്സിലാവുമെന്ന് അറിയത്തില്ല, പക്ഷേ അതെല്ലാം പൊടിച്ച് സൈഡിലേക്ക് വെച്ച് നമുക്ക് വിചാരിക്കുന്നതിൻ്റെ അപ്പുറത്താണ് ഇവിടെ സംഭവിച്ചത്. പിന്നെ 6 മണി വരെ പ്രവേശനമുള്ളൂ. 6 മണിക്ക് ശേഷമാണ് ഞങ്ങൾ എത്തിയത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ പാലം വരെ, അതൊരു ചേട്ടൻ്റെ ഹെൽപ്പ് കാരണം ഞങ്ങൾ ഇവിടെ എത്തിയത്. അല്ലെങ്കിൽ എന്തായാലും പോലീസുകാർ ഇങ്ങോട്ട് വിടത്തില്ല. ഇത് കണ്ടപ്പം ഭയങ്കര സങ്കടം തോന്നി. കാരണം ഒരു പ്രദേശം മൊത്തം ഇങ്ങ് പോന്നു, ഒന്നുമില്ല അവിടെ അവശേഷിക്കാനായിട്ട്. ഓരോ ആൾക്കാരുടെ എന്താ പറയുക, ജീവിതം പറയുന്ന കുറേ മനുഷ്യരവിടെ ഉണ്ട്. അവരോട് ചോദിക്കുമ്പോൾ അവരിപ്പോഴും സങ്കടത്തോടെയാണ് ഓരോ കാര്യങ്ങൾ പറയുന്നത്. നമുക്കും ഭയങ്കര വിഷമം അത് കേൾക്കുമ്പോൾ. എനിക്ക് ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല. ഞാനൊരു സെക്കൻഡ് പാർട്ടായിട്ട് ബാക്കി കുറച്ചും കൂടെ കവർ ചെയ്യുന്നൊരു വീഡിയോ ഞാൻ ഉടനെ തന്നെ ഇടാം കേട്ടോ.